അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈയിടെയായിട്ട് ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് നല്ല ബിദ്അത്ത് എന്ന്. നബിദിനത്തെ കുറിച്ചാണ് ആളുകൾ പറയുന്നത് നല്ല ബിദ്അത്ത്. യഥാർത്ഥത്തിൽ ബിദ്അത്തിൽ നല്ല ബിദ്അത്ത് എന്നൊന്നുണ്ടോ? നമ്മൾ അറിയണ്ടേ? നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അവരിങ്ങനെ അവരുടെ വകയാണ് പറഞ്ഞ് ഒപ്പിക്കുക. അപ്പൊ എന്താണെന്ന് പഠിക്കേണ്ടത്? നല്ല ബിദ്അത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞത് ഹദീസിലുണ്ട്. എന്താണ് അല്ലാഹു റസൂൽ പറഞ്ഞത്? കുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ഇവിടെ അല്ലാഹുവിന്റെ റസൂല് കുല്ലു ബിദ്അത്തിൻ മദ്മൂമത്തിൻ ളലാല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ മോശ ബിദ്അത്തും ളലാലത്താണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മറുഭാഗത്ത് നല്ല ബിദ്അത്ത് ഉണ്ട് എന്ന് വരും. ഇല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം എന്താണ്? കുല്ലു ബിദ്അത്തിൻ. അവിടെ ബിദ്അത്ത് എന്നുള്ള വാക്ക് നക്കിറയാണ്. എല്ലാം പെട്ടു, എല്ലാ ബിദ്അത്തും പെട്ടു, എല്ലാം വഴികേടാണ്. അപ്പൊ പിന്നെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ ബിദ്അത്തുൻ ഹസനത്തോ, ഒരു നല്ല ബിദ്അത്തില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് സംഭവം? ശർഈയായ ബിദ്അത്ത്, ദീനിൽ പുതുതായിട്ട് എന്ത് നിർമ്മിച്ചാലും അത് തള്ളപ്പെടേണ്ട വഴികേടാണ്. അള്ളാഹുവിന്റെ റസൂലും ഖുർആനും ഹദീസും സഹാബാക്കളും പഠിപ്പിക്കാത്തതെല്ലാം ബിദ്അത്താണ്, തള്ളപ്പെടേണ്ടതാണ്. കാരണം ദീനിൽ പുതുതായിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത, കാണിക്കാത്ത ഒന്ന് ദീനിൽ കൊണ്ടുവരാൻ പറ്റില്ല. ബിദ്അത്താണ്, തള്ളപ്പെടേണ്ടതാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞത് ഭാഷാപരമായ ബിദ്അത്താണ്. അപ്പൊ ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അറബി ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞ വാക്കിന് പുതുതായി ഒരു കാര്യം കൊണ്ടുവരിക എന്ന് അർത്ഥമുണ്ട്. എന്താ തെളിവ്? ഖുർആനിൽ അല്ലാഹു പുതിയ പുതിയ നബിമാരെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹ് പറഞ്ഞു, ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ. ബിദ്അൻ മിനർ റുസുൽ. അവിടെ ബിദ്അൻ എന്നുള്ളത് ഈ വാക്കാണ്. ഈ ബിദ്അത്ത് എന്നുള്ള വാക്കാണ് പുതിയത് കൊണ്ടുവരിക. ഭാഷാപരമായിട്ടൊരു കാര്യത്തെ നമുക്ക് എന്ത് പറയാ? ഇതൊരു പുതിയ കാര്യമാണല്ലോ എന്നതിന് നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം. ഈ രൂപത്തിലാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അല്ലെങ്കിൽ ശർഈയായ ബിദ്അത്തല്ല, ദീനിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു പുതിയൊരു ഇബാദത്ത് ഉണ്ടാക്കാം എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. അപ്പൊ ബിദ്അത്തുൽ ഹസനത്തിന്റെ ഉദാഹരണം പറഞ്ഞു നോക്കാം നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അടിസ്ഥാനമുള്ള ഒരു കാര്യം. ഉദാഹരണത്തിന്, നന്മ ഉപദേശിക്കുകയും തിന്മയെ തടയുകയും ചെയ്യണം. ഖുർആന്റെയും ഹദീസിന്റെയും കൽപ്പനയാണല്ലോ. അള്ളാഹ് പറഞ്ഞു, വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. നന്മയെ കൽപ്പിക്കണം, തിന്മയെ തടയണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി. ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ അവന്റെ കൈ കൊണ്ട് അതിനെ തടുക്കണം. എന്നതിന് കഴിഞ്ഞിട്ടില്ലേ? ഫബിലിസാനി. എന്നതിനും കഴിഞ്ഞിട്ടില്ലേ? അവൻ ആ തിന്മയെ ഹൃദയം കൊണ്ട് അവൻ വെറുക്കട്ടെ. അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പം നന്മയെ തടുക്കലും നന്മയെ ഉപദേശിക്കലും തിന്മയെ തടുക്കലും ഇബാദത്താണ്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് നന്മ കാണുന്നത് വാട്സപ്പിലാണ്, ഒരു തിന്മ കാണുന്നത് വാട്സപ്പിലാണ്. ആ തിന്മയെ നമുക്ക് എന്ത് ചെയ്യാം? വാട്സപ്പിൽ വോയിസ് ഇട്ടുകൊണ്ട് എതിർക്കാം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യത്തിന്റെ പുതിയ സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി ദഅവത്ത് ചെയ്യണം, എല്ലാവർക്കും ദീൻ എത്തിക്കണം. പുതിയ സംവിധാനമാണ് യൂട്യൂബ്. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച, പഠിപ്പിച്ച, നിർബന്ധമായിട്ടൊരു മുസ്ലിം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ പുതിയ ഒരു സൗകര്യം നമുക്ക് ലഭിക്കപ്പെട്ടു. നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു. ഇത് ബിദ്അത്താണ്. ബിദ്അത്തുൻ ഹസനത്താണ് യൂട്യൂബ്. നല്ല കാര്യമാണ്. എന്തായാലും ദീൻ പ്രചരിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം എല്ലാവരും. അപ്പൊ നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കാം. മദ്രസകൾ നടത്തണം. ദീൻ എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ ദീൻ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ എങ്ങനെയാണ് എല്ലാവരും അവരവരുടെ നാട്ടിലുള്ളത്, വീട്ടിലുള്ളത്. നമുക്ക് സൂം ഉപയോഗിക്കാം. ഇൽമ് പഠിപ്പിക്കണം എന്ന് ഖുർആന്റെയും ഹദീസിന്റെയും കൽപ്പനയാണ്. അത് ചെയ്യാൻ ഒരു നൂതന സൗകര്യം നമുക്ക് കിട്ടി. അള്ളാഹു റസൂലിന്റെയും സഹാബാക്കളെ കാലത്ത് ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ നടന്നു പോയി, അവർ യാത്ര ചെയ്തു പോയി. അവരൊരുപാട് തവണ യാത്ര ചെയ്ത് പോയിട്ടാണ് അവർ ദീൻ പഠിപ്പിച്ചത്, പറഞ്ഞു കൊടുത്തത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് പഠിപ്പിച്ചു.
ചില നാടുകളിലേക്ക് ആളുകളെ പറഞ്ഞയച്ചു, സഹാബാക്കളെ പറഞ്ഞയച്ചു, ഇന്നടുത്ത് പോണം അല്ലെ. കത്തുകൾ കൊടുക്കാൻ അവർ ദൂരെ യാത്ര ചെയ്തു. കാരണം അന്നത്തെ സൗകര്യം അതായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ സൗകര്യം കൂടി, അത് ബിദ്അത്താണ്, പുതിയ നല്ല കാര്യമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യത്തിന്റെ പുതിയ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തൽ, ഇതാണ് ബിദ്അത്തുൽ ഹസനത്ത്. എന്നാൽ ദീനിൽ പുതുതായിട്ട് അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്ത, കാണിക്കാത്ത, അവർ ചെയ്യാത്ത, അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടും, വളരെ ശ്രദ്ധിക്കണം, അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടും, അവർക്കന്നത് ചെയ്യാമായിരുന്നു എന്നിട്ടും അവർ ചെയ്തിട്ടില്ല എങ്കിൽ പ്രത്യേകം അത് ദീനല്ല. നബിദിനം അവർക്ക് ആഘോഷിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും തരത്തിൽ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അവർ ബിരിയാണി ഉണ്ടാക്കണമെന്നില്ല, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ, അവർ ഈത്തപ്പഴം, ഒരൊറ്റ ഈത്തപ്പഴം ഇങ്ങനെ ചീളായിട്ട് കൊടുത്താൽ മതി, മതി, നമുക്ക് മന്തി ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും മതി. അന്നത്തെ ഈത്തപ്പഴം അസ്ലാണ്, ഇന്ന് മന്തിയും ബിരിയാണിയും ബിദ്അത്തുൻ ഹസനത്താണ്. മനസ്സിലായ? അന്നത്തെ ഈത്തപ്പഴം അസ്ലാണ്, നമുക്ക് ചെയ്യാമെന്നതിന്റെ പെർമിഷനാണ്. ഇന്ന് നമ്മളത് ബിരിയാണിയാക്കി മാറ്റിയത് നല്ല കാര്യമാണ്, നമുക്ക് സൗകര്യപ്പെടുകയാണ്. നമുക്ക് ഇന്ന് ഈത്തപ്പഴം കൊടുക്കേണ്ട അവസ്ഥയില്ല. ഇന്ന് നമുക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ട് 1000 10,000 തീറ്റാൻ പറ്റും. അന്ന് സഹാബാക്കൾക്ക് അതേ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് അവരത് ചെയ്തു. നമുക്കതന്നെ ചെയ്യണോ? വേണ്ട. സഹാബാക്കൾ ചെയ്തതേ നിങ്ങൾ ചെയ്യുള്ളൂ? ഇല്ല, അങ്ങനെയില്ല. അവർ പഠിപ്പിച്ചാൽ മതി. അവർ ഈത്തപ്പഴം കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതും കൊടുത്തിട്ടില്ല. റബീഉൽ അവ്വൽ ആകുമ്പോൾ സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാന്റെ റസൂലിന്റെ മദ്ഹൊക്കെ പറഞ്ഞ് ജന്മദിനത്തിന്റെ അന്ന്, റബീഉൽ അവ്വൽ 12 അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി പള്ളി ചെയ്തിട്ട് അള്ളാന്റെ റസൂൽ എല്ലാവരും വിളിച്ചിട്ട്, നോക്കിയേ ഇന്ന് എന്റെ ജന്മദിനാണ്, ഇന്നെല്ലാവർക്കും നമുക്ക് പ്രത്യേകമായിട്ടൊരു സലാത്തും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ കൂടെ ഭക്ഷണം നമുക്ക് ആഡ് ചെയ്യാം. കാരണം വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ, അതിഥികളെ സ്വീകരിക്കൽ വേറെ ഹദീസുകളുണ്ട്, വേറെ തെളിവുകളുണ്ട്, അടിസ്ഥാനം വേറെയുണ്ട്, ഹദീസിൽ വേറെയുണ്ട്. ഒരുമിച്ച് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ തെളിവുണ്ട്, മതി. എല്ലാം ബിദ്അത്തുൽ ഹസനത്തായി മാറുമായിരുന്നു ഭാഷാപരമായിട്ട്. പക്ഷേ ഇല്ല, അടിസ്ഥാനമില്ലാത്ത ഒന്നിനെ ഒരിക്കലും നമുക്ക് ബിദ്അത്തുൽ ഹസനത്ത് എന്ന് പറയാൻ പറ്റില്ല. ബിദ്അത്തുൽ ഹസനത്ത് ഭാഷാപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ ശറഈൽ എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അള്ളാഹ് റസൂൽ പഠിപ്പിക്കാത്ത പുതുതായിട്ട് കൊണ്ടുവരുന്ന എല്ലാം ളലാലത്താണ്, വഴികേടാണ്. അതിന് നല്ല ബിദ്അത്ത് ഇല്ല. റബീഉൽ അവ്വൽ 12 ആഘോഷം നല്ല ബിദ്അത്തല്ല, അത് ബിദ്അത്തുൽ ളലാലത്താണ്. കാരണം അള്ളാഹ് റസൂലിൽ നിന്നും ഒരു മാതൃകയും ഒരു അടിസ്ഥാനവും ആ വിഷയത്തിൽ ഇല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ.